ഹലോ അസ്സാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ്ലെസ് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഓവനോ ബീറ്ററോ ബേക്കിംഗ് ടൂൾസോ ഒന്നും തന്നെ വേണ്ട. വീട്ടിലെ സാധാരണ ചായപാത്രത്തിൽ മുട്ട പോലും ചേർക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് മെഷർമെൻറ്റ് കപ്പൊന്നും ആവശ്യമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ഒരു സ്റ്റീലിൻ്റെ കപ്പാണ്. അപ്പോൾ ഈ ഒരു കപ്പ് വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ അളവുകളും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഏത് കപ്പാണോ ആ കപ്പിൽ തന്നെ ബാക്കിയുള്ള അളവുകളും എടുത്താൽ മതി. ഇനി ഇപ്പോൾ എടുത്ത ആ ഒരു കപ്പിൽ ഒരു കപ്പ് മാവ് മിക്സിയിലോട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. മിക്സിയിൽ കറക്കിയിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി അതേ കപ്പിന് തന്നെ അര കപ്പ് പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത പാലല്ല, പുറത്ത് വെച്ച് ആ ഒരു തണുപ്പൊക്കെ മാറിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ 30 സെക്കൻഡിൽ കൂടുതൽ ഒരുപാടിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ വിനാഗിരി അതായത് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ ബാറ്റർ ഈ ഒരു പരുവത്തിനാണ്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അല്പം കട്ടി തോന്നുവാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന ചായപാത്രത്തിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലോട്ട് ഞാൻ ജസ്റ്റ് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത ബട്ടർ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ബാറ്റർ അതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി കിട്ടാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന തവയുണ്ടല്ലോ, അത് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഈ ഒരു ചായപാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 35-40 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടുന്ന വിപ്പിംഗ് ക്രീം ഇനി നമുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ആ ഒരു വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കുന്ന ബൗൾ ഒരു അരമണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തില്ലേ ആ ഒരു അളവ് കപ്പിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം തന്നെയാണ്. ഇനി നമുക്ക് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ബീറ്റർ തന്നെ വേണമെന്നില്ല, വിസ്ക് വെച്ചിട്ടോ മിക്സിയിൽ വേണമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു ഷോട്ട് എൻ്റെ ഇത് മിസ്സായിപ്പോയി. അപ്പോൾ ഈ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് വിസ്ക് വെച്ചിട്ടല്ല മിക്സിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മതി. ജസ്റ്റ് നമ്മളൊന്ന് ഈ ഒരു വിപ്പിംഗ് ക്രീം മിക്സിയിലോട്ട് മാറ്റിയിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. പിന്നെ മിക്സിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ബൗള് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതുപോലെ മിക്സിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ജാർ ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല സ്റ്റിഫായിട്ട് തന്നെ വിപ്പായി കിട്ടും. അപ്പോൾ ഇപ്പോഴൊരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കേക്ക് ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ടൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ കേക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. ഒട്ടും തന്നെ അടുക്കി പിടിച്ചിട്ടില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കേക്ക് ടിന്നൊന്നും ഇല്ലെങ്കിൽ തന്നെ ചായപാത്രത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചായപാത്രം ഒട്ടും തന്നെ അടുക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് വെച്ച് കൊടുത്ത ആ ബട്ടർ പേപ്പർ എല്ലാം മാറ്റി കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ല അത്യാവശ്യം ഹൈറ്റിൽ നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ ഒരു കേക്കിന് മുട്ടയൊന്നും ചേർത്തിട്ടില്ല, എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ഹൈറ്റിൽ തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഇങ്ങനെ പൊങ്ങി വന്ന ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ മുട്ട വെച്ചിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിലൊരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു മുട്ട ഇല്ലാത്ത വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു ലെയറും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിലോട്ട് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഷുഗർ സിറപ്പിന് പകരം 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 6 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ്. അത് നമ്മൾ സാധാരണ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. അതായത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 6 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തും ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ക്രീം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ക്രീം കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ക്രീം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ കേക്കും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആ ഒരു പാലിൻ്റെ ആ ഒരു സിറപ്പ് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ക്രീം ഇട്ട് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ക്രീം നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ബേക്കിംഗ് ടൂൾസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ സാധാരണ കത്തി ഉണ്ടെങ്കിൽ തന്നെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കത്തി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ലെവൽ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കാർഡുണ്ടല്ലോ, ഇതുപോലത്തെ കാർഡ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാർഡ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്യുന്ന കാണിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ബർത്ത്ഡേ വിഷ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്. അപ്പോൾ ബർത്ത്ഡേ വിഷ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ എല്ലാവരുടെ പേര് ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇത് ഇളക്കി മാറ്റുന്നതെന്ന്. അപ്പോൾ ഞാൻ സാധാരണ നമ്മളെ വീട്ടിലുള്ള ചട്ടുകം വെച്ചിട്ട് തന്നെയാണ് ഇളക്കി മാറ്റുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയല്ലോ ഒരു ലെയർ, അത് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും മേളിലായിട്ടും പിന്നെ താഴ്ഭാഗത്തുമായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ജസ്റ്റ് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ചിലവുകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ വളരെ കുറഞ്ഞ ചിലവുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി കേക്കിൻ്റെ മേളിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഹോം മെയ്ഡ് നോസിൽ വെച്ചിട്ടും ഹോം മെയ്ഡ് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടുമാണ്. ഇതിൻ്റെ വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, നോസിലാണെങ്കിലും പൈപ്പിംഗ് ബാഗ് ആണെങ്കിലും. അപ്പോൾ ഇവിടെ ചെറിക്ക് പകരം ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അരിപ്പൊടി വെച്ചിട്ടൊരു പൈപ്പിംഗ് ജെല്ല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം റെസിപ്പി തന്നെയാണ്, ജസ്റ്റ് ഒന്ന് കുറുക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള മുട്ടയൊന്നും ചേർക്കാത്ത ചായപാത്രത്തിൽ ഉണ്ടാക്കിയ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരും. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.